ഇത്തവണത്തെ ലോക്സഭയിലെ നില പരിശോധിക്കുമ്പോൾ ഓരോ മുന്നണിക്കും, പ്രത്യേകിച്ച് ഭരണകക്ഷിയായ NDA സംബന്ധിച്ച് ഓരോ സീറ്റും ഇല്ലെങ്കിൽ ഓരോ MPയും അവർക്ക് വിലപ്പെട്ടതാണ്. അവിടെയാണ് ഒരു 7 MPമാർ സ്വതന്ത്രരായി ജയിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. ഈ 7 MPമാർ സ്വാഭാവികമായും ഇന്നലെ മുതൽ എല്ലാ മാധ്യമങ്ങളിലും പരക്കുന്ന ഒരു വാർത്ത ഈ 7 MPമാരുടെ പിന്തുണ BJPക്ക് നൽകിയെന്നാണ്. പക്ഷേ ഈ വാർത്തയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത നിലവിലില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട 3 MPമാരെ കോൺഗ്രസോ ഇല്ല BJPയോ 7 അയലത്ത് പോലും അടുപ്പിക്കുമെന്ന് തോന്നുന്നുമില്ല. ഏതായാലും ഗതികെട്ട സ്വതന്ത്രന്മാർ എന്ന് വേണമെങ്കിൽ ഇവരെക്കുറിച്ച് പറയാം. കാരണം വളരെ ഒരു നമ്മുടെ PS ശ്രീധരൻപിള്ളയുടെ ഭാഷയിൽ പറഞ്ഞ ഒരു സുവർണാവസരമാണ് സ്വതന്ത്രന്മാരെ സംബന്ധിച്ച്. കാരണം വളരെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഭരണകക്ഷി, അവിടത്തേക്ക് ഒന്നും പോകേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ പൊന്നും വില വരെ ലഭിക്കാമായിരുന്ന സ്വതന്ത്രന്മാരാണ്. പക്ഷേ ഈ സ്വതന്ത്രന്മാരെ ആർക്കും വേണ്ടാത്ത തരത്തിലേക്കായിരിക്കുന്നത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ഏതൊക്കെയാണ് സ്വതന്ത്രന്മാർ എന്ന് നമുക്ക് പരിശോധിക്കാം. പഞ്ചാബിൽ നിന്ന് ജയിച്ച 2 പേർ, അവർ ഖാലിസ്ഥാൻ പശ്ചാത്തലമുള്ള അവിടുത്തെ സംഘടനയുടെ നേതാക്കന്മാരായ അമൃത്പാൽ സിംഗും മറ്റൊന്ന് ഇന്ദിരാഗാന്ധിയെ വധിച്ച ബ്യാൻ സിംഗിൻ്റെ മകൻ സരബ്ജിത്ത് സിംഗ് ഖൽസയുമാണ്. 2 പേരും നിലവിൽ ജയിലിലാണ്. സത്യപ്രതിജ്ഞയ്ക്ക് പോലും എത്തുമോ എന്ന് യാതൊരു പിടിയുമില്ല. മൂന്നാമത്തെ ആൾ ബാരാമുള്ളയിൽ ജയിച്ച ഒരു സ്വതന്ത്രനാണ്. ആ സ്വതന്ത്രൻ്റെ പേര് അബ്ദുൾ റാഷിദ്. ഈ അബ്ദുൾ റാഷിദ് UAPA പ്രകാരം ഇപ്പോൾ തീഹാർ ജയിലിലാണ്. പുള്ളിയും സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയില്ല. അതായത് ഈ 3 MPമാരെ കോൺഗ്രസോ BJPയോ ആരും 7 അയലത്ത് അടുപ്പിക്കുന്ന ലക്ഷണമില്ല. ഇനി മറ്റൊരാളുണ്ട്, 4-മൻ, പേര് രാജേഷ് രഞ്ജൻ. ആള് ചില്ലറക്കാരനല്ല, ഒരു വലിയ ക്രിമിനൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരുള്ള കുറ്റങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം ഹോബിയാക്കിയ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. സമാജ്വാദി പാർട്ടിയോടൊപ്പവും BSPയോടൊപ്പവും ഒക്കെ നിന്ന് മത്സരിച്ച് 5 തവണ പാർലമെൻറ്റ് അംഗമായിട്ടുള്ള വ്യക്തിയാണ് ഈ രാജേഷ് രഞ്ജൻ. ഒരുപക്ഷെ രാജേഷ് രഞ്ജനെയൊക്കെ കുളിപ്പിച്ച് നനപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു സഖ്യത്തിൻ്റെ ഭാഗമാക്കാം. പിന്നീട് വരുന്ന സ്വതന്ത്രന്മാർ എന്ന് പറയുന്നത് ഈ 7 പേരിൽ 4 പേരാണ്. അതായത് ഈ പറയുന്ന രാജേഷ് രഞ്ജനെ ഉൾപ്പെടെയുള്ളവരാണ്. ഈ 4 പേരുടെ പിന്തുണ ഒരുപക്ഷെ ഭാവിയിൽ ഈ BJPക്ക് ലഭിക്കുമായിരിക്കാം, ഇല്ലെങ്കിൽ BJP തേടുമായിരിക്കാം. നിലവിൽ BJPക്ക് പുതിയതായി പിന്തുണ കൊടുത്തിരിക്കുന്നത് മിസോറാമിലെ SPM എന്ന് പറയുന്ന പാർട്ടിയാണ്. മുൻപ് മിസോറാമിൽ ഈ BJPയുമായി ചേർന്ന് അവർ ഭരിച്ചിട്ടുമൊക്കെയുണ്ട്. പിന്നെ സിക്കിം ക്രാന്തി മോർച്ച ആണ് സിക്കിമിൽ ഈ അടുത്ത് വലിയ തെരഞ്ഞെടുപ്പ് വിജയം നേടിയ സിക്കിം ക്രാന്തി മോർച്ച. ഇവർക്കൊക്കെ ഓരോ MPമാർ മാത്രമാണുള്ളത്. അങ്ങനെ ടോട്ടൽ ഈ 4 സ്വതന്ത്രന്മാരും ഈ 2 പേരും കൂടി ചേർന്ന് 6 പേരുടെ പിന്തുണ, നിലവിൽ ഈ 2 പേരുടെ പിന്തുണയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും 6 പേരുടെ പിന്തുണയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഭാവിയിൽ ഇനി മറ്റേതെങ്കിലും കക്ഷികൾ വരുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. ഏതായാലും ഈ വളരെ നിർണായക ഘട്ടത്തിൽ ജയിച്ച സ്വതന്ത്രന്മാരുടെ അവസ്ഥയാണ് പരിതാപകരം. ഇതും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു വശമെന്ന് നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.